ഇനി അല്പസമയം നമുക്ക് കൂണുകളെക്കുറിച്ച് സംസാരിക്കാം. കൂൺ ഏറ്റവും ആരോഗ്യ സമ്പുഷ്ടമായ ഒരു ഭക്ഷ്യസാധനമാണ് കൂണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ധാരാളം കൂണുകൾ കഴിക്കുമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിൽ ഏറ്റവും ആരോഗ്യ സമ്പുഷ്ടമായ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ റെഡ് മീറ്റൊക്കെ കഴിക്കുന്നതിന് തുല്യമായി പോഷകം അടങ്ങിയിട്ടുള്ളതാണ് കൂണെന്ന് പറയുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സാധാരണ നമ്മൾ വിളയിലൊക്കെ പോകുമ്പോൾ 2 തരം കുമ്മിളുകൾ അന്ന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. ഉപ്പു കുമ്മിളെന്ന് പറയും, അതുപോലെ തന്നെ പന്നിക്കുമ്മിളെന്ന് പറയും. സാധാരണ പന്നിക്കുമ്മിളൊക്കെ ഇഴയ്ക്കുമ്പോൾ ഇറച്ചി നമ്മൾ വെച്ചതുപോലെ ഇരിക്കും. കാരണം അങ്ങനെയുള്ള അതിൻ്റെ നമ്മൾ ഇറച്ചി കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നത് പോലെ മുറിച്ചാണ് അന്ന് പാചകം ചെയ്യുന്നത്. പക്ഷെ അന്ന് നമുക്ക് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ അന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഇതാണ്. അന്ന് നമ്മളിങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഭക്ഷ്യ സാധനങ്ങളാക്കി നമ്മൾ എടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആഹാരത്തിനൊക്കെ പഴയ കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് ആളുകൾ എല്ലാം ആശ്രയിക്കുന്നത് ഇതുപോലുള്ള ഭക്ഷ്യ സാധനങ്ങൾ, അതുപോലെ തന്നെ അല്ലക്കുരു, ചക്കക്കുരു, ധാരാളം ഇതുപോലുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ആശ്രയിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് ഉപയോഗിക്കുന്ന നാണക്കേടായിട്ട് പോയി, പുതിയ ഭക്ഷണങ്ങളിലേക്ക് പോയി. അതോടുകൂടി നമ്മുടെ ആരോഗ്യങ്ങളുമൊക്കെ തകിടം മറിഞ്ഞു പോയി. പക്ഷേ ഇപ്പോൾ ധാരാളമായിട്ട് കൂണുകൾ ഉപയോഗിക്കുന്നത്. സാധാരണ കൂണുകൾ നമുക്കറിയാം. ഈ കൂണുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റു ഭക്ഷ്യസാധനങ്ങളെക്കാളും കൂണിനെ നമ്മൾ സൂക്ഷിക്കുന്നത് വളരെയധികം. ഇപ്പം നമ്മൾ കൂണ് കടയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. വലിയ വലിയ കടകളിലൊക്കെ കൂണുകൾ വാങ്ങാൻ കിട്ടും. അത് തന്നെ നല്ല രീതിയിൽ നല്ല സംവിധാനത്തിലൂടെ വളർത്തിയെടുക്കുക, വൈക്കോലൊക്കെ വെച്ച് നല്ല സംവിധാനത്തിലൂടെ ശാസ്ത്രീയമായി വളർത്തിയെടുക്കുന്നതാണ്. പക്ഷെ അത് വാങ്ങിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പോലും നമ്മളത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക. നമ്മൾ അതായത് ഉപയോഗിക്കാൻ നേരത്ത് നമ്മൾ എപ്പോഴാണോ അത് വേവിക്കാൻ നേരത്ത് ആ സമയത്താണ് നമ്മൾ കൂണുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വിറ്റാമിൻ B-C, അതുപോലുള്ള ധാരാളം അമിനോ ആസിഡ്, ധാരാളം പോഷക ഘടകങ്ങൾ ഈ കൂണുകളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഇതുപോലുള്ള കൂണുകൾക്ക് പ്രത്യേക തരം കഴിവുണ്ട്. അതുപോലെ കൂണുകൾ ധാരാളം നമുക്കറിയാം, ആയിരക്കണക്കിന് ഇനം കൂണുകളുണ്ട്. പക്ഷെ അതിൽ ഭക്ഷ്യയോഗ്യമായവ കുറവാണ്. കുറേ കൂണുകൾ മാത്രമേ ഭക്ഷ്യയോഗ്യമായ കൂണുകളുള്ളൂ. ബാക്കിയുള്ളത് ഭക്ഷ്യയോഗ്യമല്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ വലിയ ആരോഗ്യം തകിടം മറിയും, മരണം വരെ സംഭവിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ അതായത് ചില ഇനങ്ങൾ മാത്രമേ നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കുമിളുകളാണ് നമുക്ക് കടകളിൽ വിൽക്കുവാൻ വെച്ചിരിക്കുന്നത്. അത് വാങ്ങി നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ചില ആളുകൾക്ക് ഈ കൂണുകളോട് ചില അലർജി ഉള്ള ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ചീഞ്ഞതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിന് നിറം മാറ്റം വന്നതോ വേറെ അങ്ങനെയുള്ള കൂണുകൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കരുത്. നിങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്, ചിലപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ കൂണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ആ കൂണിന് നിങ്ങൾ വെളിയിൽ വെച്ച് കഴിഞ്ഞാണെങ്കിൽ ആ കൂണ് ചീത്തയാവുകയും അതിനെ നമ്മൾ പിന്നെ പാചകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ പ്രശ്നത്തിന് കാരണമാവുകയും, അതായത് നിങ്ങളത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ അത് നേരെ തന്നെ നിങ്ങൾ അതിനെ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവയ്ക്കുന്നു. ആ ഫ്രിഡ്ജിൽ കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴാണോ അതിന് പാചകം ചെയ്യേണ്ട ആവശ്യം വരുന്നത് ആ സമയത്ത് നിങ്ങൾ പാചകം ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഒരു പരിധി വരെ സാധാരണ ചില ആളുകളൊക്കെ നോൺ വെജിറ്റേറിയൻ ആളുകളുണ്ട്. ഈ നോൺ വെജിറ്റേറിയൻ ആളുകൾക്ക് അവരുടെ മാംസത്തിൽ നിന്ന് കിട്ടുന്ന പല ഘടകങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, നമുക്കറിയാം നമ്മൾ മത്സ്യവും മാംസവും വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും എല്ലാം കഴിക്കും. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല ഘടകങ്ങളും അതിനകത്ത് ലഭിക്കാൻ വേണ്ടിയാണ്. പക്ഷേ വെജിറ്റേറിയൻ ആളുകൾക്ക് ചില ഘടകങ്ങളുടെ ദൗർലഭ്യം വരും, ചില ഘടകങ്ങളുടെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂണുകൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ മെച്ചമാണ്. കാരണം അവർക്ക് ഇറച്ചിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ റെഡ് മീറ്റിൽ നിന്ന് കിട്ടുന്ന പല ഘടകങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ കൂണുകളിലൂടെ നമുക്ക് ലഭിക്കും. മാത്രമല്ല റെഡ് മീറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ചില ദോഷങ്ങളും ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ദോഷങ്ങൾ ഒരിക്കലും കൂണ് കഴിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്നില്ല. കൂണ് കഴിക്കുന്നതിലൂടെ നമുക്ക് വളരെ മെച്ചമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള എല്ലാ കാര്യങ്ങൾ പോലെ
കൂണ് പരമാവധി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കഴിക്കാൻ പറ്റണമെന്നല്ല, കഴിക്കാൻ വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ, കാരണം എല്ലായിടത്തും കിട്ടുന്നതുമല്ല. കാരണം ഇപ്പോൾ സിറ്റിയിലൊക്കെയാണ്, സിറ്റിയിലെ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെയുള്ള വലിയ വലിയ കടകളിലാണ് സാധാരണ കൂണുകൾ ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന അവസരങ്ങളിൽ നിങ്ങൾ കൂണുകൾ വാങ്ങുക, അത് ഉപയോഗിക്കുക. നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുവാൻ അത് ഒരു പരിധിവരെ നിങ്ങൾക്ക് സഹായകമേകും.